ഹായ് കൂട്ടുകാരെ, ഒന്ന് ചെറുതായി ഒരുങ്ങിയാലോ? ആദ്യം പോൺസിൻ്റെ ഈ ക്രീം ഇടണേ. ഈ ക്രീമിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല വൈറലായിട്ടുള്ള ക്രീമാണിത്. ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും കാണും. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ക്രീമും കൂടെയാണിത്. എന്നാൽ എൻ്റെ അഭിപ്രായം പറയാം. ഇത് നല്ല പെട്ടെന്ന് ബ്ലെൻഡാവും മാത്രമല്ല നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മളെ സ്കിന്ന് വെക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റും നല്ല ഗ്ലോയി ആയിരിക്കും ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ലിപ് ബാം ഇടുകയാണ്. ഇത് SPF ഉള്ള ലിപ് ബാമാണ്. ലിപ് ബാം ഇട്ടതിന് ശേഷം ഫേസിലും കൂടെ SPF യൂസ് ചെയ്യണേ. ഇത് എൻ്റെ നെറ്റിയാണെങ്കിൽ പെട്ടെന്ന് ടാൻ ആവണ നെറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ SPF നല്ല രീതിയിൽ യൂസ് ചെയ്യും. ടാനൊക്കെ SPF യൂസ് ചെയ്തിട്ട് നല്ല കുറവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും പുറത്ത് പോകുമ്പോൾ SPF യൂസ് ചെയ്യും. എല്ലാവരും ഉപയോഗിക്കണം. കാരണം SPF നമ്മളെ സ്കിന്നിന് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോ ചെയ്യണേ. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. എനിക്ക് ഐബ്രോ ചെയ്യുമ്പോൾ വേദന എടുക്കണം, നല്ല പേടിയാണ്. അത് കഴിഞ്ഞ് ഐബ്രോസ് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിലുള്ള കോമ്പിട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ആ ഒരു കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് കോമ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ കൈ കൊണ്ട് ഞാൻ കുറച്ച് തൂത്ത് കൊടുത്തു, ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഐലൈനർ യൂസ് ചെയ്യണേ. ഞാൻ സ്റ്റുഡിയോയിൽ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴുകി കളയാൻ പറ്റും. ഇത് പൊടിഞ്ഞാണ് പോണത്. അതുകൊണ്ട് പീൽ ചെയ്ത് പോകില്ല, അങ്ങനെയാണ് പോണത്. അതുകൊണ്ട് എനിക്ക് ഈ ഐലൈനർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കണ്ണ് കുഴിക്കണ്ണാണ്. എനിക്ക് വേറെ ഐലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ണ് മൊത്തം കറുപ്പായതുപോലെ തോന്നും. ഇത് എനിക്ക് പക്ഷേ ഇങ്ങനെ പീൽ ചെയ്ത് വരണതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പുറത്തെ സൈഡ് വലുതായതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടെ വലുതാക്കിയാണ്. ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറുതായിപ്പോയി. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ വലുതാക്കി. അത് കഴിഞ്ഞ ശേഷം ഞാൻ കാജൽ വരച്ചു കൊടുക്കുകയാണ്. കാജൽ താഴെ പകുതി മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുകയുള്ളൂ. എൻ്റെ കുഞ്ഞ് കണ്ണായതുകൊണ്ട് ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ട് പകുതി വരെ വരച്ചു കൊടുക്കണുള്ളൂ ഞാൻ. അതെൻ്റെ ഒരു ചെറിയൊരു ട്രിക്കാണ്. കാരണം ചെറിയ കുഞ്ഞു കണ്ണിനെ വലുതാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മസ്കാര ഉപയോഗിക്കണേ. ഞാൻ എപ്പോൾ മസ്കാര എടുത്താലും അങ്ങനെ ഊരിട്ടും കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം മസ്കാര നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും. എന്നാലേ കണ്ണ് നല്ല വിരിഞ്ഞിരിക്കുകയുള്ളൂ. കണ്ണിൻ്റെ മേളിലായി അതാണ് ഞാൻ നോക്കുന്നത്. വിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മേളിലും താഴെയും ഒക്കെ നല്ല രീതിയിൽ മസ്കാര ഉപയോഗിച്ച്, എന്നിട്ട് ഞാൻ ഒരു തോർത്തുകൊണ്ട് അത് തുടച്ചു കൊടുത്തു കേട്ടോ. മേളിലൊക്കെ ആയത് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചുണ്ടിൽ കുറച്ച് ലിപ് ബാം ഉണ്ടായിരുന്നത് അതും കൂടെ ഒന്ന് ഒപ്പിക്കൊടുത്ത്. അത് കഴിഞ്ഞ ലിപ് ലൈനർ. നമ്മൾ ചുണ്ടിന് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ കിട്ടുന്ന ഭംഗി അത് വേറൊരു ഭംഗിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുഖം പെട്ടെന്ന് ബ്രൈറ്റായിട്ട് ഉള്ളതുപോലെ തോന്നും. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അത് മുഖം നല്ല രീതിയിൽ ബ്രൈറ്റാവും. പിന്നെ ഞാൻ നല്ല ബ്രൈറ്റായിട്ടുള്ള ലിപ് ലൈനർ ഇട്ടതിന് ശേഷം അകത്തിട്ട് കൊടുക്കുക നല്ല ന്യൂഡ് കളറായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതിട്ട് ആ ലിപ് ലൈനറും ആ ലിപ്സ്റ്റിക്കും കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ പ്രത്യേക ഒരു കളറ് കിട്ടും. അത് ഇടുമ്പോൾ പ്രത്യേക ഒരു ന്യൂഡ് കളറും അല്ല ബ്രൈറ്റ് കളറും അല്ലാത്തൊരു കളറ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പൊട്ടിടുകയാണ്. പൊട്ടിട്ടാൽ സുന്ദരിയാകും എന്നല്ലേ പറയുന്നത്. പൊട്ടിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് മാറി. അത് കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടി. ഞാൻ ഇത് എവിടെ പോകാനാണെന്നാണ് ഒരുങ്ങണത്. എനിക്ക് ഒട്ടും സുഖമില്ല. എനിക്ക് നല്ല പനിയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തുമ്മി പനിയായി. അങ്ങനെ ആശുപത്രി പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. വീടിനടുത്തുള്ള ആശുപത്രി തന്നെയാണ്. ആശുപത്രി പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. എന്നെ കണ്ടാൽ പറയില്ലല്ലേ പനിയുണ്ടെന്ന്. പക്ഷെ എനിക്ക് പനിയാണ് ഗൈസ്, പനിയാണ്. ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നതുണ്ടോ, അതുകൊണ്ട് ഞാൻ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് വരാം.